ക്രിസ്തു ആര്, ക്രിസ്ത്യാനി ആര്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോയ്ക്കാണോ അതെയോ മിശിഹായ്ക്കാണോ സ്തുതി പറയുന്നത്? ഈശോയും മിശിഹായും അല്ലെങ്കിൽ യേശുവും ക്രിസ്തുവും ഒരാളാണ്, അല്ലാതെ രണ്ട് വ്യക്തികളല്ല എന്നാണ് സാധാരണ വിശ്വാസികൾ പറയുന്നത്. എന്നാൽ ഫിലിപ്പ് പുൾമാൻ എന്ന ഒരു ഇംഗ്ലീഷ് കഥാകൃത്ത് 2010 പ്രസിദ്ധീകരിച്ച തൻ്റെ ദ ഗുഡ് മാൻ ജീസസ് ആൻഡ് ദ സ്കൗണ്ട്രൽ ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ യേശുവിനെയും ക്രിസ്തുവിനെയും വിരുദ്ധ സ്വഭാവങ്ങളുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും തെറ്റാണ്. അതായത് യേശു എന്നുള്ളത് ഒരു വ്യക്തിയും ക്രിസ്തു എന്നുള്ളത് ഒരു സ്ഥാനപ്പേരുമാണ്. പ്രസിഡന്റ് ഒബാമ എന്ന് പറയുമ്പോൾ ഒബാമ എന്ന പ്രസിഡന്റ് എന്ന അർത്ഥം കിട്ടുന്ന പോലെ തന്നെ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു എന്ന ക്രിസ്തു എന്നാണ് അർത്ഥമാക്കുന്നത്. ചരിത്രപരമായി അടിമത്തത്തിൽ ആദ്യമേ ഈജിപ്തിലെ ഫറവോമാരുടെ, പിന്നീട് ബാബിലോണിയക്കാരുടെ, അതിനുശേഷം റോമാക്കാരുടെ അടിമകളായി എന്നും അടിമത്തത്തിൽ കിടക്കേണ്ടി വന്നിരുന്ന യഹൂദരെ അതിൽ നിന്നും എന്നേക്കുമായി രക്ഷിക്കാൻ ദൈവത്താൽ അഭിഷിക്തനായ ഒരു രക്ഷകൻ വരും എന്നുള്ള യഹൂദരുടെ വിശ്വാസത്തിൽ നിന്നും ഉടലെടുത്തതാണ് ക്രിസ്തു അഥവാ മിശിഹ അഥവാ രക്ഷകൻ അഥവാ അഭിഷിക്തൻ എന്ന ഈ സ്ഥാനം. ഈ വിശ്വാസം ക്രിസ്ത്യാനികൾ ഏറ്റെടുത്തപ്പോൾ ഈ മിശിഹായുടെ, അതായത് ക്രിസ്തുവിൻ്റെ അഥവാ രക്ഷകൻ്റെ ദൗത്യം യഹൂദരെ പൊളിറ്റിക്കൽ സ്ലേവറിയിൽ നിന്നും രക്ഷിക്കുക എന്നതിൽ നിന്നും മാറി മാനവകുലത്തെ എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നാണ്. ആ ക്രിസ്ത്യൻ തിയോളജി വെച്ച് നോക്കുമ്പോൾ രക്ഷകൻ, സേവ്യർ ആയി അഭിഷേകം ചെയ്യപ്പെട്ടവൻ അഥവാ ക്രൈസ്റ്റ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നാലുകെട്ടിനകത്ത് തളച്ചിടാവുന്ന ഒരു വ്യക്തിയായിരിക്കാൻ പറ്റില്ല. മറിച്ച് സഹജീവികളായ മനുഷ്യരെ ജീവാപായം ഉൾപ്പെടെയുള്ള അപകടങ്ങളിൽ നിന്നോ ബുദ്ധിമുട്ടുകളിൽ നിന്നോ രക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു ക്രൈസ്റ്റായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വജീവിതത്തിൽ കൂടി ക്രിസ്തു ആയിത്തീർന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീമാൻ യേശു. ആ വ്യക്തി ഉദാഹരണത്തിന് കാനായിലെ കല്യാണ വീട്ടിൽ സദ്യ അലങ്കോലപ്പെട്ട് മാനവപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം തന്നെ മുടങ്ങിപ്പോവുകയോ ചെയ്യാമായിരുന്ന സന്ദർഭത്തിൽ യേശു എന്ന മനുഷ്യസ്നേഹി സ്വന്തം വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ പണം കൊണ്ടോ അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ ഇവ രണ്ടും കൊണ്ടോ എങ്ങനെയോ എവിടുന്നോ വീഞ്ഞു കൊണ്ടുവന്ന് കൊടുത്ത് രക്ഷകനായി. ആ സംഭവത്തെ മതവിശ്വാസികൾ വിശേഷിപ്പിക്കുന്നത് യേശു വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീഞ്ഞെത്തിച്ചു കൊടുത്ത് യേശു ഒരു കുടുംബത്തെ രക്ഷിച്ചു എന്നാണ് പറയേണ്ടത്. കാനായിലെ ഈ സംഭവം വിവരിച്ചിട്ട് സുവിശേഷകൻ ഇങ്ങനെ പറയുന്നു: യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സംഭാവ്യത ഇല്ലാതിരിക്കുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനെയാണ് ബൈബിൾ അത്ഭുതം എന്ന് വിളിക്കുന്നത്. അങ്ങനെ അത്ഭുതം ജനിപ്പിച്ച ആ പ്രവൃത്തിയോടുകൂടിയായിരുന്നു യേശുവിൻ്റെ തനി നിറം
മനുഷ്യരെ രക്ഷപ്പെടുന്നവൻ്റെ മഹത്വം, അതാണ് അവൻ്റെ തനിനിറം, ശിഷ്യന്മാർ ആദ്യമായി അനുഭവിച്ചറിഞ്ഞത്. ആ അനുഭവത്തോടുകൂടി യേശു സത്യമായിട്ടും രക്ഷകനാണെന്ന് അവർക്ക് ബോധ്യമായി. യേശു വെള്ളം വീഞ്ഞാക്കുന്ന ഒരു മാന്ത്രികനാണെന്ന് അവർക്ക് ബോധ്യമായി എന്നല്ല അതിനർത്ഥം. യേശുവിനെ മതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയ തൽപര കക്ഷികളാണ് യേശുവിൻ്റെ ഇങ്ങനെയുള്ള എല്ലാ രക്ഷാകര പ്രവർത്തനങ്ങളെയും ഇങ്ങനെ വിളിച്ചാലും വേണ്ടില്ല, അങ്ങനെ അത്ഭുതം ജനിപ്പിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളെ അത്ഭുതങ്ങൾ എന്ന് വിളിച്ചത്. കല്യാണ വീട്ടിൽ മാത്രമല്ല യേശു രക്ഷകനായി വന്നത്. കുഷ്ഠരോഗി മുതൽ അന്ധൻ വരെയുള്ള ധാരാളം പേരെ രോഗങ്ങളുടെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുന്നതായ പല സംഭവങ്ങളും സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. 2 ചൈനക്കാർക്ക് ഒരു ചട്ടിച്ചോറ് എന്ന് പറഞ്ഞ് ചൈനയിലെ ദാരിദ്ര്യത്തെ സ്റ്റാലിൻ പൂജിച്ചതുപോലെ 5000 പേർ കഞ്ചപ്പം എന്ന അവസ്ഥയിലായിരുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് ആവശ്യത്തിലും അധികം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതി നടപ്പിൽ വരുത്തിയ യേശുവിൻ്റെ പ്രവർത്തനത്തെയും യേശുവിനെ മതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ അത്ഭുതമെന്നാണ് വിളിക്കുന്നത്. പട്ടിണിയിൽ നിന്നും രക്ഷിക്കുന്ന യേശുവിൻ്റെ ആദർശം പ്രായോഗികമാക്കിയിരുന്ന ആദിമസഭ അതെങ്ങനെയാണ്, ആ അത്ഭുതം എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് നടപടി പുസ്തകത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമായും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. നടപടി പുസ്തകം 2-ാം അധ്യായം വാക്യങ്ങൾ 44-46 ഞാൻ വായിച്ചത്. അതെ, പട്ടിണിക്കാരെ നേരിട്ടോ അല്ലാതെയോ രക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു രക്ഷകൻ, ഒരു ക്രിസ്തുവാണ്. ഇങ്ങനെ എല്ലാവർക്കുമായി പങ്കുവയ്ക്കുന്ന ആ പദ്ധതിയുടെ ആദിമ സഭയിൽ നടപ്പാക്കിയ ആ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് യേശുവിൻ്റെ അന്ത്യത്താഴത്തിലായിരുന്നു. യേശുവിൻ്റെ മഹാമനസ്കത വെച്ച് നോക്കുമ്പോൾ തൻ്റെ 12 ശിഷ്യന്മാരെ മാത്രമായിരുന്നു ആ അത്താഴ വിരുന്നിനെ ക്ഷണിച്ചിരുന്നു എന്ന് കരുതുവാൻ സാധ്യമല്ല. ഏറ്റവും കുറഞ്ഞത് ശിഷ്യന്മാരുടെ കുടുംബാംഗങ്ങളെ എങ്കിലും വിളിച്ചിരുന്നു. കാരണം വിരുന്നുകാരെ സ്വീകരിക്കുമ്പോൾ നടത്തുന്ന കാൽ കഴുകൽ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല കുടിക്കാൻ വീഞ്ഞുണ്ടായിരുന്നു. കാൽ കഴുകലും വീഞ്ഞും ഒരു കാരണവശാലും പെസഹ ആചരണത്തിൽ ഉണ്ടാകില്ല. അതായത് അന്ത്യ അത്താഴം യേശു സ്വന്തം ചിലവിൽ നടത്തിയ ഒരു വിരുന്നായിരുന്നു എന്നർത്ഥം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നടപടി പുസ്തകം 2:44-46 പറഞ്ഞിരിക്കുന്ന ജീവിതശൈലി അനുസരിച്ചുള്ള ഒരു സദ്യ, അപ്പം മുറിക്കലായിരുന്നു അത്. മാനവരാശിയുടെ നിലനിൽപ്പിന് ആവശ്യകമായ ഭക്ഷണം, അതായത് പട്ടിണിയിൽ നിന്നുള്ള മോചനം നേടിക്കൊടുക്കാനായി ഓരോരുത്തരും സ്വന്തം ശരീരവും രക്തവും, അതായത് സർവശക്തിയും ഉപയോഗിക്കണമെന്നാണ് ആ സദ്യയിൽ കൂടി യേശു പഠിപ്പിച്ചത്. അല്ലാതെ മനുഷ്യൻ്റെ ഇറച്ചി തിന്നാനല്ല, കാനിബലിസമല്ല യേശു ആ സമയത്ത് പഠിപ്പിച്ചത്. പക്ഷേ യേശുവിനെ മതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയ തൽപരകക്ഷികൾ ഈ പട്ടിണി നിർമ്മാർജ്ജന പദ്ധതിയിലെ പന്തിഭോജനത്തെ ഒരു മതകർമ്മമാക്കി മാറ്റാൻ വേണ്ടി ഗ്രീസിലെ ഒരമ്പലത്തിൽ ഒരു ദേവതയ്ക്ക് സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും ചേർന്ന നിവേദ്യ ചടങ്ങുകളോട് തുല്യമാക്കി.
ആ അമ്പലത്തിലെ ദേവതയ്ക്ക് സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും ആ ദേവതയുടെ ശരീരവും രക്തവുമായി മാറുമെന്നും അവ ഭക്ഷിക്കുന്നവർ ദേവതയിലും ദേവത അവരിലും വസിക്കും എന്നുമുള്ള വിശ്വാസങ്ങളെ അതേപടി സ്വീകരിച്ച് യേശുവിനെ കണ്ട് പറയിപ്പിക്കുകയാണ് പുരോഹിതരാൽ നയിക്കപ്പെട്ട ക്രിസ്തീയ സഭ ചെയ്തത്. പിൽക്കാലത്ത് ആ ചടങ്ങിനെ ഒരു കലാരൂപമാക്കി മാറ്റി കേരളത്തിലെ കഥകളി പോലെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് പള്ളികളിൽ അർപ്പിക്കുന്ന കുർബാനയുടെ ചരിത്രമാണ് ഞാനീ പറഞ്ഞത്. മുന്തിരിയും ഗോതമ്പും ഇല്ലാത്ത കേരളത്തിൽ AD 52 വന്ന തോമാശ്ലീഹ ഏതായാലും വീഞ്ഞും ഗോതമ്പപ്പവും ചേർത്തുള്ള കുർബാന നടത്തിയിരുന്നില്ല എന്ന് തീർച്ച. അദ്ദേഹം ചോറും കറിയും ചേർന്ന പന്തിഭോജനം മാത്രമേ നടത്തിയിട്ടുണ്ടാകൂ. മനുഷ്യകുലത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാകര ദൗത്യം എന്ന് കരുതുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. യേശു തൻ്റെ അനുയായികളെ പഠിപ്പിച്ചിട്ടുള്ള ഏക പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നതിൽ പരാമർശിക്കപ്പെടുന്ന ഏക ഭൗതിക വസ്തു ഭക്ഷണമാണ്. അന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്നാണ് യാചിക്കുന്നത്. സ്വർഗം തരണമേ എന്ന് പോലും യാചിക്കുന്നില്ല. അവസാനത്തെ അത്താഴ സമയത്തും അപ്പത്തിനായിരുന്നു പ്രാധാന്യം. ആദിമ സഭയിലും അപ്പം മുറിക്കലായിരുന്നു സാമൂഹ്യ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു. യേശു രക്ഷാപ്രവർത്തനം നടത്തിയ മറ്റൊരു മേഖലയായിരുന്നു സ്ത്രീ സ്വാതന്ത്ര്യം. ഇസ്ലാമിൽ സ്ത്രീകളെ എങ്ങനെ ഉപഭോഗ വസ്തുക്കളായി കാണുന്നു, അങ്ങനെയായിരുന്നു പുരാതന യഹൂദ സമൂഹവും സ്ത്രീകളെ കണ്ടിരുന്നത്. ഈ സമ്പ്രദായത്തോടെ സന്ധിയില്ലാ സമരമായിരുന്നു യേശു പ്രഖ്യാപിച്ചിരുന്നത്. പുരുഷാധിപത്യത്തിൽ നിന്നും സ്ത്രീകളെ മോചിപ്പിച്ച് സ്ത്രീരക്ഷകനായി പ്രപഞ്ചത്തിന്റെ പല ഉദാഹരണങ്ങളും കാണാം. വ്യഭിചാരം ചെയ്ത പുരുഷന്മാരെ നിർദോഷികളായും അതിൽ പങ്കാളിയായ സ്ത്രീയെ മാത്രം കുറ്റക്കാരിയായി പരിഗണിച്ചിരുന്ന സമൂഹത്തിൽ നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ത്രീയെ ചേർത്ത് പിടിച്ച യേശു യഥാർത്ഥ സ്ത്രീ രക്ഷകനാണെന്ന് തെളിയിച്ച സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ആ നാടകീയ സംഭവം കൂടാതെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു പല ഇടപാടുകളും യേശു നടത്തുന്നതും കാണാം. മഗ്ദലന മറിയവും യേശുവും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ലോകത്തിലെ എല്ലാവർക്കും എന്തെങ്കിലും അറിയാം. കൂടുതലും അവിഖ്യാതികളാണ് എന്ന് മാത്രം. യേശുവിൻ്റെ 6ാം തിരുമുറിവാണ് മഗ്ദലന എന്ന് വരെ പറയുന്നവരുണ്ട്. ഏതോ ഒരു നാട്ടുപ്രമാണിയുടെ വീട്ടിൽ വിരുന്നിന് വന്ന യേശുവിനെ അവിടെ വന്ന് കണ്ട ഒരു പരസ്യ വ്യഭിചാരിണിയെ യേശു സമീപിച്ച രീതി അന്ന് തന്നെ നാട്ടുകാരിൽ പലരും ചോദ്യം ചെയ്തിരുന്നു. ലാസറിന്റെ സഹോദരികളായ മർത്തായോടും മറിയത്തോടും യേശുവിനുണ്ടായിരുന്ന സൗഹൃദവും ഇതുപോലെ പരദൂഷണം പറയുന്നവർക്ക് ചാകരയാണ്. പക്ഷേ യേശു ഒരു പരദൂഷണത്തെയും ഭയന്നിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദാഹിക്കുന്നു ഭഗനീ കൃപാരസമോഹനം കുളിർ തണ്ണീര് ദാശിനി ഓമലേ തരുതല്ലെന്ന് കേട്ട് രാമനോഹരി അമ്പരന്നോതിനാൽ അല്ലല്ലെന്ത് കഥ ഇത് കഷ്ടമേ അല്ലലാലങ്ങ് ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലരുമാര്യന്മാർ എന്നുള്ള കുമാരനാശാന്റെ വരികളെ ജാതി വിവേചനത്തിന് റേസിസത്തിനെതിരായുള്ള വരികളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഭവം കുമാരനാശാൻ ജനിക്കുന്നതിന് ഏകദേശം 1800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന പോലെ ഉള്ള ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും, അതായത് റേസിസം, യേശുവിൻ്റെ കാലത്തുള്ള യഹൂദ സമുദായത്തിൽ നിലനിന്നിരുന്നു. യഹൂദർ തങ്ങളുടെ മതത്തിന് പുറമെയുള്ളവരെ വിജാതിയർ, കാഫിറുകൾ ആയി കാണുകയും അവരുമായി യാതൊരുവിധ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നില്ല. അതായത് ഇന്ത്യയിലെ ബ്രാഹ്മണർ ശൂദ്രരോട് എങ്ങനെ പെരുമാറിയിരുന്നു അങ്ങനെ തന്നെയായിരുന്നു യഹൂദരുടെ വിജാതിയരോടുള്ള സമീപനമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം ഇങ്ങനെ പറയുന്നു. ആ സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്തേ?
യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യോഹന്നാൻ 4:9. അല്ലല്ലെന്ത് കഥ ഇത് കഷ്ടമേ, അലലാലങ്ങ് ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ചൊല്ലരുമോ യഹൂദന്മാർ എന്നായിരിക്കും അന്ന് ആ സ്ത്രീ പാടിയത്. ഈ ജാതി വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് വേണം കരുതാൻ. കാരണം യേശു സമരിയാക്കാരിയുമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ, അല്ല സാറിന് എന്താ വേണ്ടത്, അല്ലെങ്കിൽ സാർ എന്താ ഈ പെണ്ണുമ്പിള്ളിയെ ഇങ്ങനെ കുശുകുശിക്കുന്നത് എന്നും ഒക്കെ അർത്ഥം വെച്ച് ചോദിക്കാൻ അവർക്ക് തോന്നിയെങ്കിലും ചോദിച്ചില്ല എന്ന് സുവിശേഷവും പറയുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്തു ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നോ ആരും അവനോട് ചോദിച്ചില്ല. യോഹന്നാൻ 4:27. യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളുടെ വ്യംഗ്യം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അവയുടെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ നോക്കണം. അവ ഇങ്ങനെയാണ്: വാട്ട് ഡു യു വാണ്ട് വിത്ത് ഹെർ? വൈ ആർ യു ടോക്കിംഗ് വിത്ത് ഹെർ? ഈ രണ്ട് ചോദ്യങ്ങളിലും കാണുന്ന വിത്ത് ഹെർ എന്ന പ്രയോഗം നൽകുന്ന വ്യംഗ്യം എന്താണെന്ന് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളവർക്ക് നന്നായി മനസ്സിലാകും. മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾ യേശുവിനോട് ആരും ചോദിക്കാതിരുന്നതിൻ്റെ കാരണം നൽകിക്കൊണ്ട് ബൈബിളിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെ പറയുന്നു: ബട്ട് നൺ ഓഫ് ദം ഹാഡ് ദ നെർവ് ടു ആസ്ക്. പക്ഷെ ചോദിക്കാനുള്ള ചങ്കുറപ്പ് ഒറ്റ ഒരുത്തനില്ലായിരുന്നു. ശിഷ്യന്മാർ തങ്ങളുടെ നേതാവിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് സ്ത്രീ സംസർഗത്തെക്കുറിച്ചായിരുന്നു. ദുഷ്ടലാക്കോടെ സ്ത്രീകളെ നോക്കുന്നത് പോലും തെറ്റാണെന്ന് പഠിപ്പിച്ചിരുന്ന തങ്ങളുടെ നേതാവെ ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീയുമായി വളരെ സൗഹൃദപൂർവ്വം സംസാരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യണമെന്ന് ശിഷ്യന്മാർക്ക് തോന്നിയതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവർ ഒരവസരം ഇരിക്കുമായിരുന്നിരിക്കണം. കാരണം യേശുവിന് പല സ്ത്രീകൾ, ഉദാഹരണത്തിന് ലാസറിൻ്റെ സഹോദരിയായ മർത്താ മറിയം, സുവിശേഷകം പോലും പേര് പറയാൻ മടിച്ച മറ്റേ മറിയം, പിന്നെ നാട്ടുകാർ മുഴുവനും അറിയപ്പെടുന്ന കുപ്രസിദ്ധനായ മഗ്ദലന മറിയം എന്ന് തുടങ്ങി പല സ്ത്രീകളുമായി യേശുവിന് അടുത്ത ബന്ധമുള്ളതായി അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഒരു ശൂദ്ര സ്ത്രീയുമായി പോലും യേശു സൗഹൃദം സ്ഥാപിക്കാൻ തുനിയുന്നത് ശിഷ്യന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നിട്ടും ഇക്കാര്യത്തിൽ യേശുവിനെ നേരിടാൻ അവർക്ക് സാധിച്ചില്ല. അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. നൺ ഓഫ് ദം ഹാഡ് ദ നെർവ് ടു ആസ്ക്. ഐത്താചാരത്തെ, റേസിസത്തെ നഖശിഖാന്തം എതിർത്തുന്ന യേശുവിൽ നിന്നും ഉണ്ടാകാവുന്ന പ്രതികരണം തീവ്രമായിരിക്കുമെന്ന് പേടിച്ചിട്ടാണോ, അതെയോ സംഭവം ഒരു നാറ്റക്കേസ്, പെണ്ണുകേസായതിനാൽ അതിൽ ഇടപെടുന്നവരും നാറുമെന്നുള്ളത് കൊണ്ടാണോ ശിഷ്യന്മാർ യേശുവിനോട് ഏറ്റുമുട്ടലിന് പോകാതിരുന്നത് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും യേശു മുന്നോട്ട് വെച്ച ദർശനം സ്ത്രീ സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫെമിനിസം തുടങ്ങി വെച്ചത് യേശുവായിരുന്നു. യഹൂദ സംസ്കാരത്തിൽ ദൈവശാസ്ത്രമായ പഠനങ്ങൾ, തിയോളജിക്കൽ ടീച്ചിങ്സ് പറയുന്നിടങ്ങളിൽ സ്ത്രീകൾ അതിലെ ഒരു പങ്കാളിയാകാറില്ല. പക്ഷെ ഇവിടെ ഈ ശമറിയാക്കാരി, ഒരു ശൂദ്ര സ്ത്രീ, യേശുവുമായി ദൈവശാസ്ത്ര വിഷയം ചർച്ച ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതും ദീർഘമായ ഒരു ചർച്ച. സുവിശേഷം 42 വചനങ്ങളിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീ പുരുഷ സമത്വം എന്ന നിലപാടുണ്ടായിരുന്ന ഒരു യഥാർത്ഥ സ്ത്രീ രക്ഷകൻ ആയിരുന്നു യേശു എന്ന് വ്യക്തം. ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന മേഖലയിൽ മാത്രമാണ് യേശു രക്ഷകനായിരുന്നുള്ളൂ എന്ന് പലർക്കും തോന്നാമെങ്കിലും അങ്ങനെ അല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം യോഹന്നാൻ 21:25 പറയുന്ന പോലെ
യേശു ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും പറ്റി എഴുതാനായി പുസ്തകങ്ങൾ തയ്യില്ല. കുറെ സാമ്പിളുകൾ മാത്രമേ ബൈബിളിൽ കൊടുത്തിട്ടുള്ളൂ. ആദിമസഭയിലും സ്ത്രീകൾക്ക് തുല്യത ഉണ്ടായിരുന്നതായി കാണാം. പക്ഷെ പിന്നീട് യേശുവിൻ്റെ പേരിൽ തുടങ്ങിയ ക്രിസ്തു മതത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീ വിവേചനം ഉണ്ടായത് എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം തന്നെയാണ്. ഇനി നമുക്ക് ആരാണ് ക്രിസ്ത്യാനി എന്ന് നോക്കാം. യേശുവിനെ അനുസരിക്കുന്നവർ അല്ലെങ്കിൽ അനുകരിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ. മറ്റു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തോസിൻ്റെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തോസ് എന്ന ഗ്രീക്ക് വാക്കിനു പകരം അതിൻ്റെ മലയാള പരിഭാഷയായ രക്ഷകൻ എന്ന വാക്കുപയോഗിച്ച് പറഞ്ഞാൽ യേശുവിൻ്റെ അനുയായികളെ രക്ഷകർ എന്നാണ് വിളിക്കേണ്ടത്. ക്രിസ്തോസ് എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം അഭിഷിക്തൻ എന്നാണ്. രക്ഷകനായി അഭിഷിക്തൻ ആയവൻ എന്നാണ്. യേശുവിൻ്റെ അനുയായികളെ ക്രിസ്ത്യാനികൾ അഥവാ രക്ഷകർ എന്ന് ആദ്യമായി വിളിച്ചത് അന്ത്യോക്യയിൽ വെച്ചായിരുന്നു. അക്കാര്യം പറയുന്ന നടപടി പുസ്തകം 11:26 ശേഷം വരുന്ന വാക്യങ്ങൾ പറയുന്നത് ഈ ക്രിസ്ത്യാനികൾ മറ്റ് നാട്ടിലുള്ളവരെ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിച്ചതിന് ചരിത്രമാണ്. അതായത് അവർ യേശുവിനെ പോലെ രക്ഷകരായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ആ സംഭവത്തെ എടുത്തു കാണിച്ചിരിക്കുന്നത്. തന്നെ അനുഗമിക്കുന്നവരിൽ നിന്നും യേശു പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ഈ ലോകം ഒരു സ്വർഗമായി തീരുന്നത് വരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും രക്ഷകർ ആവശ്യമുണ്ടെന്ന് യേശു സ്വജീവിതത്തിൽ കൂടി കാണിച്ചു തന്നിട്ടുമുണ്ട്. അങ്ങനെ യേശുവിനെ പോലെ രക്ഷകനാകുമ്പോൾ മാത്രമേ ഒരാൾ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ. മാമോദീസ എന്ന മതചടങ്ങിൽ കൂടി ആരും ക്രിസ്ത്യാനിയാകുന്നില്ല. ഒരു മതത്തിലെ അംഗമാകാൻ മാത്രമേ മാമോദീസ ഉപകരിക്കുകയുള്ളൂ. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക്, അതായത് ക്രിസ്തുവായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ നിത്യസൗഭാഗ്യം കിട്ടുകയുള്ളൂ എന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ ഇല്ലാത്ത രീതിയിൽ യേശു പറയുന്നതായി മത്തായിയുടെ സുവിശേഷം 25:31-46 കാണാം. അന്ത്യവിധി നാളിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നിങ്ങൾ മാമോദിസ മുങ്ങിയവരാണോ? നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിരുന്നവരാണോ? നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണോ? അത് ഏകദൈവ വിശ്വാസികളാണോ? നിങ്ങൾ നിരീശ്വരവാദികളാണോ? അത് ഈശ്വര വിശ്വാസികളാ എന്നൊന്നും ചോദിക്കുന്നില്ല അന്ത്യവിസ്താരത്തിൽ. മറിച്ച് സഹജീവികളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചോ, രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചോ, അപമാനത്തിൽ നിന്ന് രക്ഷിച്ചോ, ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ക്രിസ്തു രക്ഷകനായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. രക്ഷ അഥവാ മോചനം ആവശ്യമായ എല്ലാ മേഖലകളിലും രക്ഷകനായി പ്രവർത്തിച്ച് ഈ ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതായിട്ടാണ്, അതായത് ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നുള്ള ഗീതയിലെ പ്രവചനം യേശുവിൽ നിറവേറുന്നതായിട്ടാണ് നാം കാണുന്നത്. യേശുവിനെ പോലെ ധർമ്മ സംസ്ഥാപകർക്ക് മാത്രമേ ക്രിസ്ത്യാനി എന്ന പേര് ചേരുകയുള്ളൂ. ധർമ്മം പുനഃസ്ഥാപിക്കാനായി ശത്രു സംഹാരവും ആവശ്യമാണെന്ന കാര്യവും ഒരു ക്രിസ്ത്യാനിയും മറക്കാൻ പാടില്ല. ഗാന്ധിജിയുടെ അനുയായികളെ ഗാന്ധിയന്മാർ എന്ന് വിളിക്കുന്ന പോലെ യേശുവിൻ്റെ അനുയായികളെ യേശുവന്മാർ എന്നല്ല ബൈബിൾ വിളിച്ചത്, മറിച്ച് ക്രിസ്ത്യാനികൾ രക്ഷകർ എന്നാണ് വിളിച്ചത്. കാരണം അവനവൻ്റെ കഴിവിനനുസരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഭൂമിയെ സ്വർഗമാക്കുന്ന രക്ഷകൻ ക്രിസ്തു ആകുന്നവനാണ് ക്രിസ്ത്യാനി. അങ്ങനെയുള്ള ക്രിസ്തുമാരുടെ മതമാണ് ക്രിസ്തു മതം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ജർമ്മൻ ഫിലോസഫർ ആയിരുന്ന നീച്ചെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ലോകത്തൊരേ ഒരു ക്രിസ്ത്യാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ അവർ 33-ാമത്തെ വയസ്സിൽ കുരിശിൽ തൂക്കിക്കൊന്നു. അതോടെ ക്രിസ്തുമതവും തീർന്നു.